മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വേട്ടയാണ് നടക്കുന്നത്. അവരെ പരമാവധി പിടികൂടുക, കീഴടങ്ങുന്നവർക്ക് അതിനുള്ള അവസരം നൽകുക. അമിത്ഷായുടെ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, അടുത്ത വർഷത്തോടു കൂടി തന്നെ ഇന്ത്യയെ പൂർണ്ണമായി തന്നെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന ആ പ്രസ്താവനയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, മാവോയിസ്റ്റ് മുക്ത ഭാരതം അല്ലെങ്കിൽ നക്സൽ മുക്ത ഭാരതം. നമുക്കറിയാം ഇതൊരു വലിയ തലവേദനയാണ്. ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വളരെ സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ പിന്നാക്കം നിൽക്കുകയാണ്. സാമൂഹ്യമായും സാംസ്കാരികമായിട്ടും ഒക്കെ അവർ വളരെ പിന്നാക്ക അവസ്ഥയാണ്. നേരത്തെ ഇത് മധ്യപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നതാണ്. അത് 99-ൽ വന്ന വാജ്പേയി സർക്കാരാണ് ഈ സംസ്ഥാനങ്ങളെ ഭരണപരമായ സൗകര്യത്തിനും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും വേണ്ടിയിട്ട് വീണ്ടും മുറിച്ചത്. അങ്ങനെ നിരവധി സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് ഒക്കെ അങ്ങനെ വന്നതാണ്. ഭരണപരമായ സൗകര്യത്തിനും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും വേണ്ടി ചെയ്തതാണ്. അതിൽ ഈ വളരെ പിന്നാക്കം നിൽക്കുന്ന വനവാസി വിഭാഗങ്ങൾ, ഗോത്ര വിഭാഗങ്ങളൊക്കെ ധാരാളം ഉള്ള സംസ്ഥാനങ്ങളാണ് ഈ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒക്കെ. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് വളരെ പണ്ട് തൊട്ടേ ഈ പറയുന്നത് പോലെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അത് ജാതീയമായ സംഘർഷങ്ങളുണ്ട്, അല്ല പ്രാദേശികമായ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. നമുക്കറിയാമല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ മണിപ്പൂരിലും അതുപോലെ തന്നെ നാഗാലാൻഡിലും ആസാമിലും ഒക്കെ നടന്നിരുന്നത് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും നടക്കുന്നതുമായ വിഷയങ്ങൾ നമുക്കറിയാം. ഇതുപോലെ പണ്ട് ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പറയുന്നത് പോലെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, അന്നത്തെ പഴയ ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ ഒക്കെ ചമ്പൽ കൊള്ളക്കാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫൂലൻ ദേവിയുടെ ചരിത്രം നമുക്കറിയാം. അവിടെയൊക്കെ ഇത്തരത്തിൽ ഉള്ള ഈ എന്താ പറയുക, സംഘടിതമായ കുറ്റകൃത്യങ്ങളിൽ സംഘടിതമായി ഏർപ്പെടുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിന് പല കാലങ്ങളിൽ പല പേരുകളുണ്ടായിരുന്നു. അതിലൊരു വിഭാഗമാണ് ഈ നക്സലൈറ്റുകൾ. ബംഗാളിലെ നക്സൽബാരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രക്രിയയാണത്. ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളിൽ നിന്ന് അടർന്നു പോയി അവർക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, മാർക്സിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടത്ര വിപ്ലവ വീര്യം പോരാ, വേണ്ടത്ര വിപ്ലവ വീര്യം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഞങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു വിഭാഗമാണ്. അവർ ഈ ഓഗസ്റ്റ് 15, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അത് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടികളൊന്നും അംഗീകരിച്ചിരുന്നില്ല ആദ്യകാലത്ത്. അവർ ആഗസ്റ്റ് 15 ആപത്ത് 15 എന്നാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. അന്ന് കരിദിനം ആചരിച്ചുകൊണ്ടിരുന്നവരാണ്. എത്രയോ കാലം കഴിഞ്ഞ് ഈ റഷ്യൻ ഭരണാധികാരിയായ ക്രൂഷ്ചേവ് ഇന്ത്യയിൽ വന്ന് ജവഹർലാൽ നെഹ്റുവിനെ കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിട്ടപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേരം വെളുത്തത്. നമ്മൾ സ്വാതന്ത്ര്യം നേടി, ആ റഷ്യയും അത് അംഗീകരിച്ചു. അവർക്ക് അങ്ങനെയാണ്. ഇവിടെ ഇന്ത്യയിൽ എന്തെങ്കിലും നടന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ ഇത് സംബന്ധിച്ച് ഇതുപോലെയുള്ള മാറ്റങ്ങൾ അതവർ അംഗീകരിക്കണമെങ്കിൽ ആദ്യം റഷ്യ അംഗീകരിക്കണം, രണ്ടാമത് ചൈന അംഗീകരിക്കണം, പിന്നെ ക്യൂബ അംഗീകരിക്കണം. ഇങ്ങനെയൊക്കെയാണ്. അവരൊക്കെ അംഗീകരിച്ചാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും മാർക്സിസ്റ്റുകളും അതിനെ അംഗീകരിക്കും. ഇല്ലെങ്കിൽ അവരത് അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ ക്രൂഷ്ചേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇനി അന്ന് ഈ ക്രൂഷ്ചേവ് സന്ദർശിച്ച ദിവസത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇവർ ആഘോഷിക്കാതിരുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യം. എന്തായാലും അങ്ങനെയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ് ഈ നക്സലിസം അഥവാ മാവോയിസം. ഇത് ഒരു ഘട്ടം കടന്നപ്പോൾ, ഇത് തുടക്കം തൊട്ട് തന്നെ ഇതൊരു സായുധ കലാപത്തിൻ്റെ ഭാഗമാണ്. അതായത് അഹിംസാത്മകമായ ജനാധിപത്യ രീതിയിലുള്ള സമരമുറകളോ പ്രതിഷേധങ്ങളോ ഒന്നുമല്ല, മറിച്ച് ആയുധമെടുത്ത് വളരെ കൃത്യമായിട്ട് മാർക്സിസം, ലെനിനിസം, സ്റ്റാലിനിസം ഒക്കെ പറയുന്നത് പോലെ ഉന്മൂലന സിദ്ധാന്തം, ആ ഉന്മൂലന സിദ്ധാന്തത്തിൽ അടിയുറച്ച് നിന്ന് എതിരാളികളെ കൊന്നു വീഴ്ത്തുന്ന, അവരെ ഉന്മൂലനം ചെയ്യുന്ന, പരിപൂർണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനം, അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ നടപ്പാക്കലാണ് ഈ നക്സലിസവും മാവോയിസവും ഒക്കെ.
അല്ല, അവര് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇങ്ങോട്ട് സൈനികരെ ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിച്ച് കൊല്ലപ്പെടുമ്പോൾ ഇടതുപക്ഷം അടക്കമുള്ളവർ ഇപ്പോൾ മനുഷ്യാവകാശ പ്രശ്നം ചൂണ്ടിക്കാട്ടി അതെ, രംഗത്തിറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ. കാരണം ഈ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ. ഇവരെവിടെ നിന്നാണ് ഉണ്ടായി വന്നത്? അവർക്ക് ഈ ഈ പറയുന്നത് പോലെ നക്സലിസത്തെയും മാവോയിസത്തെയും ഒക്കെ ഇല്ലാതാക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ സൈന്യം കൃത്യമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇവർക്ക് വേദനിക്കും. കാരണം ഇവരുടെ സഹയാത്രികരാണ് അവർ. ഇവർ ആയുധം എടുക്കുന്നില്ല, പകരം മറ്റ് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു. മറ്റവരങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് ആയുധമെടുത്ത് നേർക്ക് നേരെ പോരാടുന്നു. ഈ വനവാസികളെയും ഗോത്ര വിഭാഗങ്ങളെയൊക്കെ മറയാക്കിക്കൊണ്ട് ഈ കാടുകളിൽ താമസിച്ച് പരിശീലനം നേടി വളരെ കൃത്യമായിട്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇതിലേക്ക് ആകൃഷ്ടരായിട്ട് പരിശീലനം നേടിയത്. നമുക്കറിയാം, കോൺഗ്രസ് ഭരണകാലത്ത് 2014 നരേന്ദ്രമോദി ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഈ നക്സലേറ്റുകൾ, മാവോയിസ്റ്റുകൾ ഒക്കെ കൃത്യമായിട്ട് ചെറുപ്പക്കാരെ അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയും അവരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലനം കൊടുക്കുകയും ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകുകയും സൈന്യത്തെ എതിർക്കാനുള്ള ഗറില്ല പരിശീലനം വരെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഇന്ത്യക്ക് പുറത്തുനിന്ന് അവർക്ക് സഹായവും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പേരുകളൊന്നും പറയുന്നില്ല, പക്ഷെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം മാവോയിസത്തിന് എവിടെ നിന്നാണ് സഹായം വരുന്നത്, സഹായധനം വരുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അത്തരത്തിൽ പണം കിട്ടുന്നുണ്ട്. ഞാൻ അതിലേക്കിപ്പോൾ പോകുന്നില്ല. അങ്ങനെ ഈ സായുധമായിട്ട് സംഘടിച്ച് നമ്മുടെ സൈന്യത്തെയും പോലീസിനെയും ഒക്കെ ആക്രമിക്കുകയും ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മാവോയിസ്റ്റ് നക്സലേറ്റ് പ്രസ്ഥാനം. അവരെ സഹായിക്കാൻ അർബൻ നക്സലുകൾ, നഗര നക്സലുകൾ ഉണ്ടായിരുന്നു. ആ നഗര നക്സലുകളാണ് എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഇവരെ മഹത്വവൽക്കരിക്കുകയും സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും കുറ്റപ്പെടുത്തുകയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പേരിൽ അത്തരം മറകളിട്ട് മനുഷ്യാവകാശത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സ്ത്രീ സുരക്ഷയുടെയും ബാലാവകാശത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് വിവിധ സംഘടനകൾ ഉണ്ടാക്കി, NGOകൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ അർബൻ നക്സലുകൾ. അവരെയുമൊക്കെ പതുക്കെ പതുക്കെ എല്ലാത്തിനെയും ക്ലിപ്പിട്ട് കേന്ദ്ര സർക്കാർ തൂക്കാൻ തുടങ്ങി. ഇവർക്കെതിരെ വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം കേസുകളെടുത്ത് ഇവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്, ആരാണ് ഇവരെ സഹായിക്കുന്നത്, ഇവർക്ക് നോക്കൂ, വലിയ വലിയ നഗരങ്ങളിൽ വന്ന്, മെട്രോ നഗരങ്ങളിൽ വന്ന് വലിയ ഫ്ലാറ്റുകൾ വാങ്ങി അവിടെ താമസിക്കുകയാണ് ഈ അർബൻ നക്സലുകൾ. അവരെയൊക്കെ കൃത്യമായിട്ട് ക്ലിപ്പിട്ടു. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ സായുധമായിട്ട് സംഘടിച്ച് നമ്മുടെ സൈന്യത്തെയും പോലീസിനെയൊക്കെ ആക്രമിക്കുന്നവരെ അതേ നാണയത്തിൽ നേരിടാൻ തുടങ്ങി കേന്ദ്ര സർക്കാർ. നമ്മുടെ സൈന്യത്തിന്, അർദ്ധസൈനിക വിഭാഗത്തിനും കൃത്യമായ നിർദ്ദേശം കൊടുത്തു, ഷൂട്ട് അറ്റ് സൈറ്റ്, എവിടെ വെച്ച് കിട്ടിയാലും അപ്പം തീർത്തോ എന്നൊരു നയം. അത് പ്രത്യേകിച്ചും 2019 അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ആണ് അങ്ങനൊരു നീക്കം ആരംഭിച്ചത്. നമുക്കറിയാം, അമിത്ഷാ വരുമ്പോൾ, ഈ അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്തി പലരും പല കുറ്റങ്ങളും പറയുന്നുണ്ടെങ്കിലും ഈ നക്സലിസത്തെയും മാവോയിസത്തെയും അർബൻ നക്സലുകളെയും നേരിടുന്നതിൽ അദ്ദേഹം പരിപൂർണമായ വിജയമാണ്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, 2026 മാർച്ച് 31 മുമ്പ് ഇന്ത്യയിൽ നിന്ന് അവസാന മാവോയിസ്റ്റിനെയും ഇല്ലാതാക്കിയിരിക്കും. ഇനി മാവോയിസം എന്നൊരു പ്രത്യയശാസ്ത്രം ഇന്ത്യൻ മണ്ണിൽ വേരൂന്നി നിന്ന് പ്രവർത്തിക്കില്ല. അതിപ്പോൾ ഏതാണ്ട് അതിൻ്റെ അന്ത്യത്തോടടുത്തിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഈ ബസ്തർ, ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ, അവിടെ വിവിധ ജില്ലകൾ നക്സൽ ബാധിത ജില്ലകളാണ്. അവിടെ സർക്കാർ സംവിധാനങ്ങളില്ല, വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കില്ല, തഹസീൽദാർ ഇല്ല, കളക്ടർക്ക് അവിടെ ഇടപെടാൻ പറ്റില്ല, അവിടെ ബസ് സർവീസ് ഇല്ല, ട്രെയിൻ സർവീസിനെ തടയും. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ റെയിൽപ്പാളമൊക്കെ വേണമെങ്കിൽ ബോംബ് വെച്ച് തകർത്ത് കളയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ്. അവിടെ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, തലയ്ക്ക് വില പറഞ്ഞ 1 കോടിയും 2 കോടിയൊക്കെ വില പറഞ്ഞ പല നക്സൽ ഭീകരന്മാരെയും സൈന്യം വധിച്ചു. കഴിഞ്ഞ ദിവസം അവിടെ 22 പേരാണ്, വളരെ പ്രമുഖരായി തലയ്ക്ക് വിലയിട്ടിരുന്ന 22 പേരാണ് അവിടെ ആയുധം വെച്ച് കീഴടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ 7 പേരെ, ഈ 7 നക്സൽ ഭീകരന്മാരെ ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചു. അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഈ സൈന്യം പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ സൈന്യത്തിനെ ആക്രമിക്കും. അപ്പോൾ മറ്റു വഴികളില്ലാതെ സൈന്യം തിരിച്ചടിക്കുമ്പോഴാണ് ഇവർ പലരും വധിക്കപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ 7 പേർ ഈ കൊടും നക്സലൈറ്റുകൾ എന്ന് തന്നെ പറയാം. അങ്ങനെ 7 പേർ അവിടെ കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ട്. അത് പിന്നെ
ബീജാപ്പൂർ ജില്ലയിലാണ്, ഛത്തീസ്ഗഡിലെ ബീജാപ്പൂർ ജില്ലയിലാണ് സംഭവം. മറ്റൊരു സംഭവത്തിൽ ജാർഖണ്ഡിലെ ഗുംല ജില്ലയിൽ 3 മാവോവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ബീജാപ്പൂർ ജില്ലയിൽ 7 പേരെയാണ് വധിച്ചത്. അങ്ങനെ 7 3 10 പേര് കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ജാർഖണ്ഡിൽ ജാഗ്വാർ പോലീസും ഗുംല പോലീസും സംയുക്തമായി ആണ് ഈ പരിശോധന നടത്തിയത്. അപ്പോഴാണ് അവരെ ആക്രമിച്ചത്. അങ്ങനെയാണ് ഏറ്റുമുട്ടലിലേക്ക് പോയത്. അപ്പോൾ ഈ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലുമൊക്കെ ലോക്കലായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്ത് പരിശീലനം കൊടുത്ത് ഈ നക്സൽ ആക്രമണത്തെയും മാവോ ആക്രമണത്തെയും ഒക്കെ ചെറുക്കാൻ പ്രാദേശികമായി സേനകൾ ഉണ്ടാക്കി അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർ പോലീസുമായിട്ട് വളരെ പെട്ടെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്തൊരു നക്സലൈറ്റോ മാവോയിസ്റ്റോ എത്തിയാൽ ഇവരറിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് ഉടൻ തന്നെ പോലീസിനെയും സേനയെയും അറിയിക്കുന്നു. വളരെ കൃത്യമായിട്ട് പോലീസും സൈന്യവും അർദ്ധസൈനിക വിഭാഗവും സംയുക്തമായി അവിടെ എത്തുന്നു, പരിശോധന നടത്തുന്നു. നാട്ടുകാരും ഈ പറഞ്ഞ പരിശീലനം സിദ്ധിച്ച പ്രാദേശികമായ ആൾക്കാരും അതിനകത്ത് ഭാഗഭാക്കാകുന്നു. അവർ വളരെ കൃത്യമായിട്ട് ഇവരെ പിടികൂടുന്നു, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ വധിക്കുന്നു. അങ്ങനെ ഛത്തീസ്ഗഡും ജാർഖണ്ഡും സമ്പൂർണ്ണമായിട്ടും മാവോയിസ്റ്റ് മുക്തമാകാൻ പോവുകയാണ്. അത് അടുത്ത വർഷം 2026 മാർച്ച് 31 വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ അതിൻ്റെ പ്രഖ്യാപനം നടത്താൻ അമിത്ഷായ്ക്ക് അവസരമുണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ അർബൻ നക്സലുകളുടെ ശല്യം അവസാനിച്ചതോടുകൂടി തന്നെ ഒരു 50% വിജയം സൈന്യത്തിനുണ്ടായി. ഇനി ഈ പറയുന്നത് പോലെ ഈ കാട്ടിൽ ഒളിച്ചിരുന്ന് പേടിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെടിവെക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അതും ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങും, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ വെടിയുണ്ടയ്ക്ക് ഇരയാകും എന്ന് തീർച്ചയാണ്. എന്തായാലും വളരെ താമസിയാതെ ഭാരതം നക്സൽ മുക്ത, മാവോയിസ്റ്റ് മുക്ത ഒരു രാഷ്ട്രമായി മാറും. അത് നമുക്ക് വലിയ നേട്ടം സമ്മാനിക്കും. ജനങ്ങളുടെ സമാധാന ജീവിതത്തിനും സ്വൈര്യ ജീവിതത്തിനും ഒക്കെ അത് കാരണമായി തീരും. ഈ ആഭ്യന്തരമായ ഇത്തരം വെല്ലുവിളികളെ നമുക്ക് പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.